ഈ കഥയും ഇതിലെ കഥാപാത്രങ്ങളും പേരുകളും തികച്ചും സാങ്കല്പികം മാത്രമാണ്. ജീവിച്ചിരിക്കുന്നവരുമായോ മരിച്ചവരുമായോ യാതൊരു ബന്ധവുമില്ല. അങ്ങനെ തോന്നുകയാണെങ്കിൽ അത് തികച്ചും യാദർച്ഛികമാണെന്ന് മാത്രം. പൊന്മുടി എന്ന് പറയുന്ന സ്ഥലത്തെ പേരുകേട്ട ലോ കോളേജിലെ ഫൈനൽ ഇയർ വിദ്യാർത്ഥികളാണ് വിജയമോഹനും നന്ദഗോപനും. അവർ ചെറുപ്പം തൊട്ടേ ഉറ്റ സുഹൃത്തുക്കളുമായിരുന്നു. അവരുടെ ഫൈനൽ ഇയർ കഴിഞ്ഞതിനു ശേഷം അവരുടെ കരിയറിലേക്ക് രണ്ടുപേർക്കും ഒരു കേസ് വരികയാണ്. അന്ന് കേരളത്തെ പ്രഗത്ഭനം കൊള്ളിപ്പിച്ച കഷായം രേഷ്മയുടെ ഷാരോൺ വധക്കേസ്. ഷാരോണിനും അവന്റെ മാതാപിതാക്കളുടെ നീതിക്ക് വേണ്ടി വിജയമോഹനും, ചെയ്യുന്നത് തെറ്റാണെന്നറിഞ്ഞിട്ടും രേഷ്മയ്ക്ക് വേണ്ടി നന്ദഗോപനുമാണ് വാദിക്കാനിറങ്ങുന്നത്. അങ്ങനെ ഒരുപാട് വാദപ്രതിവാദങ്ങൾ നടക്കുകയാണ് കോടതിയിൽ. ഉറ്റ സുഹൃത്തുക്കൾ ബദ്ധശത്രുക്കളായി മാറുകയാണ്. തന്റെ ഉറ്റ സുഹൃത്തിനെ തനിക്ക് നഷ്ടമാവുകയാണെന്നറിഞ്ഞിട്ടും ഷാരോണിനും അവന്റെ മാതാപിതാക്കളുടെ കണ്ണീരിന്റെ നീതിക്കും വേണ്ടി വിജയമോഹൻ വാദിക്കുകയാണ്. ചെയ്യുന്നത് തെറ്റാണെന്നറിഞ്ഞിട്ടും താൻ തന്റെ ഉറ്റ സുഹൃത്തിനെ ചതിക്കുകയാണെന്നറിഞ്ഞിട്ടും നന്ദഗോപനും വിട്ടുകൊടുക്കാതെ വാദിക്കുകയാണ്. അങ്ങനെ കോടതിയിൽ ഒരുപാട് വാദപ്രതിവാദങ്ങൾ നടക്കുകയാണ്. രേഷ്മയ്ക്ക് വേണ്ടി വാദിക്കുവാൻ ഒരുപാട് സ്ത്രീ കൂട്ടായ്മകൾ വരികയാണ്. മാധ്യമങ്ങളിലെല്ലാം തന്നെ രേഷ്മ പഠിക്കുന്ന കുട്ടിയും ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള കുട്ടിയും നല്ല കുട്ടിയുമായി മാറുകയാണ്. പക്ഷെ രേഷ്മയ്ക്ക് വേണ്ടി ഈ വാദിക്കുന്ന സ്ത്രീ കൂട്ടായ്മകളും മാധ്യമങ്ങളും ഒന്നും തന്നെ മനസ്സിലാക്കുന്നില്ല ഷാരോണിനും ഒരു അമ്മയുണ്ട്, ആ അമ്മയുടെ കണ്ണുനീരിനും നീതി ലഭിക്കണമെന്നുള്ളത്. തന്റെ വക്കീലായ നന്ദഗോപനെയും തന്റെ എതിർ വക്കീലായ വിജയമോഹനെയും തന്റെ പരിധിയിലാക്കാൻ പല വഴിയും രേഷ്മ ശ്രമിക്കുന്നു. പക്ഷെ ആ വഴികളെല്ലാം പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. ആഴ്ചകളോളവും മാസങ്ങളോളവും നീണ്ടുനിന്ന വാദങ്ങൾക്കൊടുവിൽ ഷാരോണിനും അവന്റെ മാതാപിതാക്കൾക്കും നീതി ലഭിക്കുകയാണ്. ഷാരോണിനും ഷാരോണിന്റെ മാതാപിതാക്കളുടെയും നീതിക്ക് വേണ്ടി നീതിദേവത കണ്ണു തുറക്കുകയാണ്. പക്ഷേ തനിക്ക് വധശിക്ഷ ലഭിച്ചെന്നറിഞ്ഞിട്ടും ഇന്ത്യയിലെയും ഇന്ത്യയുടെ ഭരണഘടനയെയും മനസ്സിലാക്കിയിട്ടുള്ള രേഷ്മ കോടതി വളപ്പിൽ നിന്നും മാധ്യമങ്ങൾക്ക് നേരെ പറയുകയാണ്, ഞാൻ ഊരിപ്പോരും. പക്ഷെ രേഷ്മ മനസ്സിലാക്കിയില്ല, തനിക്ക് വേണ്ടി വാദിച്ച തന്റെ വക്കീൽ തന്റെ ഉറ്റ സുഹൃത്തിനെ ചതിക്കുകയല്ലായിരുന്നു എന്ന്. ഷാരോണിനും ഷാരോണിന്റെ മാതാപിതാക്കളുടെ നീതിക്കും വേണ്ടി ആ ഉറ്റ സുഹൃത്തുക്കൾ ഒരുമിച്ച് പോരാടി നീതി ലഭിക്കുകയാണ് ചെയ്തത്. ഇന്ത്യയുടെ നിയമം ഇതായതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരുപാട് രേഷ്മകൾ ഉണ്ടാകുന്നത്. ഒരു സിനിമയിൽ പൃഥ്വിരാജ് പറയുന്നത് പോലെ, ഒരു പട്ടിയെ കൊന്നാൽ ചോദിക്കാൻ 1000 പേര് വരും, പക്ഷെ ഒരു മനുഷ്യനെ കൊന്നാൽ അത് ചോദിക്കാൻ ഒരു പട്ടി പോലും വരില്ല. അതാണ് ഇവിടുത്തെ നിയമം. വർഷങ്ങൾ കടന്നുപോയി. TV-യിൽ ഒരു വാർത്ത വരികയാണ്. നല്ല നടപ്പിനെ ചൊല്ലി രേഷ്മയുടെ വധശിക്ഷയും ജീവപര്യന്തവും ഇളവ് ചെയ്യുകയാണ്. രേഷ്മയെ വെറുതെ വിടുകയാണ്. TV-യിൽ ഈ വാർത്ത കണ്ട വിജയമോഹനും നന്ദഗോപനും വർഷങ്ങളോളം തങ്ങൾ അഴിച്ചുവെച്ച നീതിക്ക് വേണ്ടിയുള്ള ആ കറുത്ത ഗൗൺ വീണ്ടും എടുത്തണിയുകയാണ്. അവിടെയാണ് ഈ കഥയുടെ അവസാനം. പക്ഷേ ഈ കഥ ശരിക്കും അവസാനിച്ചിട്ടില്ല. ഇനിയാണ് ഈ കഥയുടെ യഥാർത്ഥ ആരംഭം.